അകമടിച്ച് തൂക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റൂം ഫ്രഷ്നറിന് പകരം ഫോഗിൻ്റെ സ്പ്രേ എടുത്തടിക്കണതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലായിടത്തും ഹോളിലും റൂമിലൊക്കെ സ്പ്രേ അടിക്കൽ ഒരു പതിവാണ് കേട്ടോ. അത് റൂം ഫ്രഷ്നർ തന്നെയല്ല, ഇപ്പോൾ ഫോഗിൻ്റെ സ്പ്രേ, ബോഡി സ്പ്രേയോ അല്ലെങ്കിൽ നമ്മുടെ സാധാ സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ അടിക്കും കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ല് എല്ലായിടത്തും കിട്ടിക്കോട്ടെ, പെട്ടെന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ അടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല ഒരു കിതപ്പ് എനിക്ക് തന്നെ ഫീൽ ചെയ്യണുണ്ട് കേട്ടോ, ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ. ഇപ്പോൾ 7th മന്ത് പ്രഗ്നൻസിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും നാൾ വീഡിയോസൊന്നും ഇടാതിരുന്നത് കുറേ മാനസിക ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവണ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പിന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ, പാത്രം കഴുകുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ കിച്ചണൊക്കെ അത്യാവശ്യം നന്നായിട്ട് മോശമാവുമല്ലോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അടിക്കലും തൂക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇടയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഷേക്ക് എന്തെങ്കിലുമൊക്കെ അടിച്ച് കുടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ്. പിന്നെ ഒരു 7th മന്തൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പറയേണ്ട, നമുക്ക് നല്ല ബാക്ക് പെയിൻ, വയറ് വയ്ക്കണനുസരിച്ച് നല്ല ബാക്ക് പെയിനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പണിയെടുക്കാനൊന്നും പറ്റുന്നില്ല. അതുപോലെ എല്ലാ പണികളും ചെയ്യാനും നിൽക്കലില്ല കേട്ടോ. റെസ്റ്റ് ചെയ്ത് പതുക്കെ കുറച്ച് നേരം ഇരുന്ന് അടിക്കൽ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്ത് പിന്നെ തുടക്കുക, അങ്ങനെയൊക്കെ ഉണ്ടോ ചെയ്യുന്നത്. അപ്പോൾ ഷേക്ക് നമ്മൾ ഈന്തപ്പഴവും ബദാമും വാൽനട്ടൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ചേർത്ത് ഷേക്ക് അടിച്ച് കുടിക്കുകയെന്ന് വിചാരിച്ചിട്ട്, ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ കുടിക്കണത് നല്ലതാണല്ലോ. നമ്മൾ നട്ട്സൊക്കെ അത്യാവശ്യം ചേർത്ത് കുടിക്കുമ്പോൾ കുട്ടിക്ക് വെയിറ്റ് വെക്കാനും ഒക്കെ നല്ലതല്ലേ. പിന്നെ മാനസിക ബുദ്ധിമുട്ടുകളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അതുപോലെ പ്രഗ്നൻസിയിൽ നമുക്ക് പല മൂഡ് സ്വിങ്സും ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ പോലത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതല്ലാതെയും ഇതൊന്നും അല്ലാത്തപ്പോഴും അനുഭവിക്കണവരുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മുൻകൈ എടുത്തിറങ്ങുക. നമ്മുടെ പ്രശ്നങ്ങളൊന്നും എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. നമുക്ക് അത്ര അടുപ്പമുള്ളവർക്കും കൂടിയും ചിലപ്പോൾ അത് മനസ്സിലാവില്ല. കാരണം ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുക. പക്ഷേ ഇങ്ങനെ ഒരു നമ്മുടെ സമൂഹത്തിലൊരു ധാരണയുണ്ട്, ഇതെന്തോ മാനസിക രോഗമാണ്, അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ. പക്ഷേ അതൊരു മാനസിക രോഗമല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നല്ലതാക്കുക, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്നാലാണ് നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്കൊരു അംബീഷനിലേക്ക് എത്തിച്ചേരാനും നമ്മുടെ കാര്യങ്ങൾ ചിലപ്പോൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളും കൂടിയും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഈ ഒരു പ്രോബ്ലംസൊക്കെ കാരണം. അപ്പം നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാം. ഇനി മെഡിസിൻ എടുക്കേണ്ടതാണെങ്കിൽ മെഡിസിൻ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഷേക്ക് അടിച്ചപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുറച്ചായിട്ട് ചെറിയൊരു കപ്പിൽ, പിന്നെ എനിക്ക് എക്സ്ട്രാ കുറച്ച് വലിയൊരു ഗ്ലാസ്സിൽ ആയിട്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തൊക്കെ നന്നാവണമെങ്കിൽ നല്ല ഉറക്കം കിട്ടണം, അതുപോലെ നല്ല ഫുഡ് കഴിക്കണം. അപ്പോൾ മെഡിസിൻസും ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നത് വഴി നമുക്ക് നല്ല ഉറക്കം കിട്ടും, അതുപോലെ നമുക്ക് നല്ല ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. ചിലർക്ക് ഈ ഒരു ഡിപ്രഷൻ ഇതൊക്കെ കാരണം ഉറക്കം കുറയും, ഫുഡ് കഴിക്കുന്നത് ശരിയാവില്ല, വിശപ്പുണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മോളെ അകത്തെ ബാത്റൂമിലല്ല കേട്ടോ അപ്പോൾ കുളിപ്പിക്കൽ, പുറത്തുനിന്നാണ്. ബാത്റൂമിൽ നിന്ന് കുളിപ്പിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് കുന്നിട്ടൊന്നും കുളിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കല്ലിൽ നിർത്തിയിട്ടാണ് കേട്ടോ കുളിപ്പിക്കൽ. അപ്പോൾ ഇവിടെ വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്ത് മാറ്റിയാണ്. അപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിർത്തി കുളിപ്പിക്കുമ്പോൾ എനിക്ക് കുനിയാതെ തന്നെ ഇങ്ങനെ മേല് തേച്ച് കൊടുക്കാനും വെള്ളം ഒഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു സൗകര്യം നോക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കൽ, ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പാർക്കുണ്ട്, സയൻസ് പാർക്ക്, ചിൽഡ്രൻ സയൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് വീക്കെൻഡിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് നോക്കുന്നത്. അത് മാത്രമല്ല
നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അത് നല്ലതാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്ത്, എപ്പോഴെങ്കിലല്ല, പരമാവധി ഒരു വീക്കെൻഡിലൊക്കെ നമ്മൾ പോകുന്നത് നമുക്ക് നമ്മുടെ മാനസികാരോഗ്യം നന്നാക്കാൻ, നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാനും, അതുപോലെ നമ്മൾ വീടിനകത്ത് തന്നെ ഒരുപാട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് ഒന്നും കൂടെ നമ്മളൊരു ഡിപ്രഷനിലേക്ക് ആക്കുകയാണ് ചെയ്യൽ. അപ്പോൾ തലേദിവസം രാത്രി മുടി ഇങ്ങനെ പിന്നിട്ട് മടക്കി കെട്ടി വെച്ച് കൊടുത്തതാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം കുളിക്കുമ്പോഴാണ് അത് അഴിക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും തല നനച്ച് കുളിപ്പിക്കണില്ല, കുറച്ച് ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുടി നന്നായിട്ട് മേളിലോട്ട് കെട്ടി വെച്ച് കൊടുത്തിട്ട് മേല് കഴുകിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടങ്ങി നിന്ന് തരില്ല അവൾ ഒരു നിമിഷം പോലും ഇങ്ങനെ അടങ്ങി നിൽക്കില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുടി കെട്ടണ സമയത്താണെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയുള്ളൂ ആൾ. പിന്നെ പ്രഗ്നൻസിയുടെ ടൈമിൽ നമുക്ക് നല്ല മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരുന്ന ടൈമൊക്കെ ആയിരിക്കും കേട്ടോ. പീരീഡ്സിൻ്റെയൊക്കെ ടൈമിൽ ചിലർക്ക് നല്ല ദേഷ്യവും ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ പ്രഗ്നൻസിയുടെ ടൈമിൽ ഇത് അമിതമായിട്ട് ചില സ്ത്രീകളിലുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കും ഇതുപോലെ ഭയങ്കര ദേഷ്യമൊക്കെ തോന്നും. അപ്പോൾ മോള് നന്നായിട്ട് വഴക്ക് പറയുകയും ഒക്കെ ചെയ്യലുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ടൈമിലുള്ള നമ്മുടെ മെൻ്റൽ കണ്ടീഷൻ കാരണമാണ് കേട്ടോ. അങ്ങനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവളെ ഡ്രസ്സ് മാറ്റിക്കാനായിട്ട് മുകളിലെ റൂമിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ആളെ കണ്ണെഴുതാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുഖത്ത് മേക്കപ്പ് പരിപാടികൾക്കൊക്കെ അവളിങ്ങനെ അടങ്ങി നിന്ന് തരും. ബാക്കി എല്ലാത്തിനും വികൃതിയായിരിക്കും കേട്ടോ, അടങ്ങി നിന്ന് തരില്ല, ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ കണ്ണെഴുതി ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്ത് അത്രയും മാത്രം കേട്ടോ. പൗഡറൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കലില്ല. ഇനിയിപ്പോൾ എനിക്ക് മുകളിൽ ജസ്റ്റ് ഒന്ന് തൂത്ത് വാരിയിട്ടിട്ട് പോയി കുളിക്കണം. പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കണം, എനിക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നിടവിട്ടിട്ടൊക്കെ തുടക്കമുള്ളൂ. പിന്നെ എന്നും അടിച്ചിട്ടില്ലെങ്കിൽ നല്ല പൊടിയായിരിക്കും കേട്ടോ മുകളിലെ നിലയിൽ. അപ്പോൾ അവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല പൊടി ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോയി കുളിച്ചിട്ട് മോൾക്ക് ഫുഡ് കൊടുത്ത് എനിക്ക് ഫുഡ് കഴിക്കണം. പിന്നെ മെൻ്റൽ ഹെൽത്തിനെക്കുറിച്ച് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അത് അനുഭവിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ അവർക്ക് കാര്യങ്ങൾ, അതായത് അവരിപ്പോൾ പല മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനൊക്കെ ഒരു പ്രതിവിധി, അതായത് ഇതിൽ നിന്നൊക്കെ എങ്ങനെ മറികടക്കാമെന്ന് അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണുണ്ടോ, മനസ്സിലാവണുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മോൾക്ക് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ കറിയും പിന്നെ നമുക്ക് സാലഡ് ഉണ്ട്, ക്യാബേജ് ഉപ്പേരി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡ് അടിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് നല്ല ഫുഡ്, അതുപോലെ നല്ല ഉറക്കം, അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് ഇറിറ്റേഷൻ തരുന്ന എൻവയോൺമെൻറ്റ്, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ പരമാവധി മാറി നിൽക്കാൻ നോക്കുക. നമുക്ക് ഒരു നല്ല മൂഡ് തരുന്ന അന്തരീക്ഷത്തിലിരിക്കാൻ നോക്കുക. അതുപോലെ അങ്ങനെയുള്ള ആളുകളായിട്ട് ഇടപഴകാൻ നോക്കുക. എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതുപോലെ ഫുഡ് കഴിക്കുക, നല്ല നല്ല ഫുഡുകൾ കഴിക്കുക, നന്നായിട്ട് ട്രാവൽ ചെയ്യുക നല്ല നല്ല സ്ഥലങ്ങളിലേക്ക്. പ്രത്യേകിച്ച് ശാന്തമായിട്ടുള്ള ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുക, അതൊക്കെ എനിക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വേണം പോവാൻ. വൈകിട്ടാകുമ്പോഴാണ് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് യൂബർ ബുക്ക് ചെയ്തിട്ടോ, യൂബർ ടാക്സി ബുക്ക് ചെയ്തു. ഓട്ടോയ്ക്ക് പോകാനായിട്ട് ഈ ഒരു ടൈമിൽ ഇത്രയും ദൂരം ഓട്ടോയ്ക്കൊന്നും പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ യൂബർ ടാക്സി ബുക്ക് ചെയ്ത് നമ്മൾ ഏകദേശം സയൻസ് പാർക്കിൻ്റെ അടുത്തെത്താനായി. ഇത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു പാർക്ക് വരുന്നത്. ഇവിടെ കുട്ടികൾക്ക് നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്.
അതുപോലെ നമുക്ക് ഇപ്പോൾ ബോട്ടിങ്ങൊക്കെ ഇവിടെ പുതുതായിട്ട് വരാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു തടാകമൊക്കെ പോലെ, അത് ആദ്യമൊന്നും ഇങ്ങനെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇത്രയും ക്ലിയറായിട്ട് ഈ ഒരു വ്യൂ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഇവിടെ ആ ഒരു തടാകം വരുന്ന ആ ഒരു പ്ലേസൊക്കെ അത്യാവശ്യം ക്ലീനാക്കി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ കുറേ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ കേട്ടോ. ആദ്യമൊന്നും ഇവിടെ അതുണ്ടായിട്ടില്ല. അങ്ങനെ മോള് അവൾക്ക് ആവശ്യമായ എല്ലാ റൈഡുകളിലും ഊഞ്ഞാലാടുകയും സ്ലൈഡ് ചെയ്യുകയും അങ്ങനെ അത്യാവശ്യം എല്ലാ റൈഡുകളിലൊക്കെ കയറി. പിന്നെ ഞങ്ങൾ ലാസ്റ്റായപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒന്നിങ്ങനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടോ. അപ്പോൾ ഇവിടെ കാർ ബോട്ടൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ടിട്ടുണ്ട്. ഇനിയും ഒരുപാട് ബോട്ടുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണുള്ളൂ. പിന്നെ ഒരു ദിവസം വരുമ്പോൾ അതൊക്കെ കാണാൻ പറ്റുമായിരിക്കും. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട്, പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമും ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം.